ഫാമിലി. അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ വന്നത് എന്താ ഒരു കുളിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു റുട്ടീനാണ് ഞാൻ കാണിച്ചിട്ട് ഇപ്പോഴത്തെ ഇതുണ്ട്. ഇതൊരു സ്ലീവിങ്സ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊരു അടിപൊളി ഡ്രസ്സാണ്. കണ്ടോ? അപ്പം ഇതാണ് ഇന്ന് തന്നെ കോസ്റ്റ്യൂം ക്ലിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് തുടങ്ങിയാലോ. അത് എൻ്റെ ചേച്ചി വന്നുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് മുടി ചെറുതായിട്ടൊന്ന് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഡ്രയർ അടിക്കാൻ വെച്ചു. ഇവിടെ വീണ്ടും കയറി വരിക. ഒരു ഹായ് കൊടുക്ക്. ഇപ്പോൾ നമുക്ക് ഇനിയും തുടങ്ങാം. ഇപ്പം ഏകദേശം 1 മിനിറ്റ് ആകും. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ഡ്രയർ. അപ്പം നമുക്കൊന്ന് ഹെയർ ഡ്രൈ കഥ എടുത്തത് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഭയങ്കര ശബ്ദമാണ്. കാരണം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ. അപ്പം ഭയങ്കര പിടിവലിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ കഥ അടച്ചിട്ടേക്കണത്. അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബാക്ക് മൂവിയിൽ ഒരു വർഷം എടുത്തിരുന്നു. അന്നേരം കഥ കഴിയാതെ തുറന്നിട്ട് പോയി. അതുകൊണ്ട് കോപ്പിറൈറ്റ് വന്ന് എനിക്കത് ഇടാൻ പറ്റും. പിന്നെ ഞാനങ്ങനെ എഡിറ്റൊന്നും ചെയ്യാറൊന്നുമില്ല. ചുമ്മാ എടുത്തിടും. എഡിറ്റിങ്ങിനെ കുറിച്ച് അത്രയൊന്നും അറിയത്തില്ല. അതുകൊണ്ടങ്ങ് എടുത്തിടും. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നല്ല ഒച്ചത്തെ ഞാൻ പറയുന്നതെന്ന് തോന്നുന്നു. ഈ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് വരെ എനിക്ക് സംശയമാണ്. കാരണം അത് നോക്കാതെ ശരിക്കും ഇതാക്കുന്നത്. എനിക്കങ്ങനെ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കിൻ കെയർ ഇറങ്ങിയിട്ട് റുട്ടീന്, അതുപോലെ തന്നെ അമ്മേൻ്റെ കുറേ ഏസും ഇതൊക്കെ ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞ് കാണാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്തെങ്കിലും ഇപ്പം ഇത് അഴുക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാൻ എഡിറ്റൊന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും ചുമ്മാക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഈ വീഡിയോക്ക് ചിലപ്പോൾ എടുത്ത് കാണും കേട്ടോ. ചിലപ്പോൾ എടുത്തൊന്നും നമുക്കൊന്നുമില്ല. അങ്ങനെ കണ്ണാടി കാണുന്ന ലുക്കൊന്നും എനിക്ക് ക്യാമറയിലില്ല. ഞാനില്ലേ ഓരോ വീഡിയോയ്ക്കും വോയിസ് കവർ കൊടുക്കാൻ നേരത്ത് എന്താ പറയുക, എനിക്ക് പല ശബ്ദങ്ങളാണ്. ചിലതൊക്കെ ചിലപ്പോൾ വേറെ പറഞ്ഞിട്ട് ഞാൻ എടുക്കാം. അതെന്ത് അത് ഞാൻ അങ്ങനെയാണ്. അത് ഞാൻ ഭയങ്കര ചീപ്പെടുത്തും. ഞാൻ മുടി ഒന്ന് ചീകട്ടെ, ഒന്ന് പെർഫെക്റ്റ് ആവുന്നു. മുടി നല്ല ചിറക്കുണ്ട്. ഒട്ടും തന്നെ വെള്ളം പോയിട്ടില്ല, കണ്ടില്ലേ? അപ്പം ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് ഞാൻ എൻ്റെ മുടിയിൽ അല്ല ഒന്ന് കളഞ്ഞിട്ട് കാണാൻ സപ്പട്ടെ. ഗൈസ്, ഇപ്പം എങ്ങനെയുണ്ടെന്ന് മുടി ശരിക്കും ഒന്നും ഡ്രയറായിട്ടില്ല. ചെറുതായിട്ടായിട്ടുള്ളൂ, പക്ഷെ കാട്ടില്ല. മുടിയെല്ലാം കണ്ണിൽ കിടക്കണം. ഞാൻ നേരെ സ്കിൻ കെയറിലേക്ക് പോവാം. അപ്പം ഇത് മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി അങ്ങനെ കെട്ടാറില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് കെട്ടാം. അപ്പം എൻ്റെ മറ്റേ ഹെയർ ബാൻഡ് എൻ്റെ ഞങ്ങളുടെ റൂമിലാണ്. അതിപ്പം അവിടെ പോകാൻ എന്നെക്കൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഓക്കെ, ഇത് മതിയായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ക്രീം വയ്ക്കാം. ഇപ്പം എൻ്റെ മോളിന് കാണാൻ എന്ത് ഭംഗി. എനിക്ക് മുടി കെട്ടണത് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ മുടി കെട്ടാറില്ല. എൻ്റെ പല ഡാൻസ് വീഡിയോസും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാരണം ഞാൻ മുടി കെട്ടാറില്ല. കാരണം എനിക്കങ്ങനെ കെട്ടുന്നത് ഇഷ്ടമല്ല. പണ്ട് എനിക്ക് ഇച്ചിരി മുടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് മുടി കെട്ടണത് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എനിക്ക് മുടി വളർന്നുകൊണ്ട് തന്നെ മുടി കെട്ടില്ലെങ്കിൽ ഭയങ്കര ഏതാണ്ടൊക്കെ പോലെയാണ്. വീഡിയോ ഒത്തിരി ലോങ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഇപ്പം എത്ര മിനിറ്റ് 4 മിനിറ്റ് കഴിയാറ്.
ഒരു 10 മിനിറ്റിൽ ഒതുക്കിയാൽ കൊള്ളാമുണ്ട്. ഞാൻ ക്രീം തേച്ചു. ക്രീം നല്ല ക്രീമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രീം ഭയങ്കര ലൂസ്റ്റിക് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇനി ഞാൻ ചെയ്യുന്നൊരു ലിപ്പാം നോക്കാം. ആ ലിപ്പാമൊക്കെ അപ്പുറമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ലിപ്പാം എടുത്തിട്ട് വരാം. ഞാൻ സമയമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ വീണ്ടും ആ കാര്യം മറന്നുപോയി. ഈ സ്റ്റൂൾ വെച്ചിട്ട് സ്റ്റാൻഡായിട്ട് വയ്ക്കാം. എനിക്ക് എന്തോ കത്തും. ഞാൻ മുടി കെട്ടി അഴിഞ്ഞു പോയില്ലേ, കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ അയച്ചു തന്നു. എൻ്റെ ചേച്ചി അയച്ചു തന്നു. എനിക്ക് അവൾക്ക് ആ ബുഷ് വേണമെന്നും പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കൊടുത്തു. പിന്നെ എൻ്റെ ഹെയർ ബാൻഡ് എവിടെ ഇരിപ്പുണ്ട്. ഇതെൻ്റെ അല്ല, എൻ്റെ ചേച്ചീൻ്റെ. കണ്ടില്ലേ, ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താ അവിടെ ഞാൻ ഉണ്ട് പിന്നെ എടുക്കാതിരുന്നത്. ഇനി ഞാൻ ഈ ഒരു ലിപ്പാം ഇടാം. എൻ്റെ വേറെ ലിപ്പാം ഉണ്ടായി. അത് നല്ല ലിപ്പാമാണ്. കിട്ടിയത് ഈ ലിപ്പാമാണ്. അതുകൊണ്ട് ഈ ഒരു ലിപ്പാം ഇടാന്ന് വെച്ചു. നോക്കിയതടാ. ഒരു കാര്യം ഇടാൻ മറന്നുപോയി, അത് നമുക്ക് ഇടാം. ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇടാം. ആരെങ്കിലുമൊക്കെ വരുന്നതല്ലോ, നെരുങ്ങി നിൽക്കണം നല്ലതാണല്ലോ. ഞാൻ എൻ്റെ സ്കിൻ കെയർ അങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പോലും ഇത് ആഡ് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊന്ന് ആഡ് ചെയ്ത് കൊള്ളുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് ഡ്രോപ്പ്. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത്. കാണിച്ചു തരാവേ. ഒത്തിരി ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് അറിയാമായിരിക്കും, പക്ഷെ ഇത് ഒരു ഇതാണ്. നമ്മൾ ലിപ്പ് ലൈനും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ എനിക്ക് ലിപ്പ് ലൈൻ അങ്ങനെ ചെയ്യാനൊന്നും അറിയത്തില്ല. ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ലിപ്പ് ലൈനർ. ഈ ലിപ്പ് ലൈനർ എനിക്ക് ചെയ്യാൻ അങ്ങനെ അറിയത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ പോകും. സോ ഞാൻ ഇത് ഇട്ടാറില്ല. പിന്നെ ഇത് മണം ജീരകത്തിൻ്റെ മണം. എനിക്ക് ജീരകം എനിക്ക് ഒന്ന് മണപ്പിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇതെടുത്ത് മണപ്പിക്കാറാണ് പതിവ്. നല്ല മണം. കോഫി കുടിക്കുന്നു. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇടാൻ പോകുന്നത് പൗഡറാണ്. ഞാൻ അതാണ് മറന്നെന്ന് പറഞ്ഞത്. ഈ പൗഡർ ഞാൻ പറ്റിപ്പെട്ടു. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ, ഇങ്ങനെ പൂ പോലെ കിട്ടണം. അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഊതി കൊടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പൂ ഉണ്ടാക്കണത് ഞാനങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഒരു ഡ്രോപ്പ് ശരിക്കും വന്നില്ല. ഇച്ചിരി നീക്കിയിട്ടായിരുന്നെങ്കിൽ കറക്റ്റ് പൂ കിട്ടിയായിരുന്നു. ലിപ് ബാം ഒന്നും കൂടി ഇടുവാണേ. കാരണം എന്താണെന്ന് അറിയാവോ, ഞാൻ പൗഡർ ഇട്ടപ്പോഴില്ലേ എല്ലാം പോയി, അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റ്. ഇനി നമുക്കൊരു സ്പ്രേയും കൂടെ അടിക്കാം. ദുബായ് സ്പ്രേയും കൂടെ ഒന്ന് അടിച്ചത് ഭയങ്കരമാണ്. അമ്മ എന്നെ വഴക്കറാമെന്ന് എനിക്കറിയില്ല. രണ്ട് ഡ്രോപ്പ് മതി. പിന്നെ എൻ്റെ ഓക്കെ ഗ്യാസ്. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് പിന്നീട് കാണാം. ബൈ ബൈ. ഓ കത്ത്
കറക്റ്റ് 10 സെക്കൻഡ് നിർത്താം. സോ